തെരഞ്ഞെടുപ്പ് പ്രചാരണ ചട്ടലംഘന പരാതിയിൽ തോമസ് ഐസക്കിനോട് പത്തനംതിട്ട ജില്ലാ കളക്ടർ വിശദീകരണം ആവശ്യപ്പെട്ടു. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നുവെന്ന UDFന്റെ പരാതിയിലാണ് നടപടി. 3 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. കുടുംബശ്രീ വഴി വായ്പാ വാഗ്ദാനം, KDESC വഴി തൊഴിൽദാന പദ്ധതി തുടങ്ങി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് പത്തനംതിട്ടയിലെ ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക് പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ചാണ് UDF ജില്ലാ ചെയർമാൻ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിശദീകരണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയത്. 3 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും തോമസ് ഐസക്കിന്റെ വിശദീകരണം ലഭിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികളെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. അതെ, UDFന്റെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ തന്നെ അത് നമ്മൾ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം 3 ദിവസത്തിനുള്ളിൽ വിശദീകരണം തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. കുടുംബശ്രീയുടെ പരിപാടികളിൽ തോമസ് ഐസക് തുടർച്ചയായി പങ്കെടുക്കുന്നുവെന്നും പരാതിയിൽ UDF ഉന്നയിച്ചിട്ടുണ്ട്. കേവലം രാഷ്ട്രീയമായ ആരോപണങ്ങൾ മാത്രമെന്നായിരുന്നു തോമസ് ഐസക് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ കളക്ടർ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചട്ടലംഘന പരാതിയിൽ ഗൗരവമേറുകയാണ്. പ്രചാരണ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട ഈ പരാതിയിൽ എന്ത് വിശദീകരണമാണ് തോമസ് ഐസക് നൽകുക എന്നതാണ് ഇനി അറിയേണ്ടത്. ജനം, പത്തനംതിട്ട.